പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ആഴമെന്ന തിരുവചന വ്യാഖ്യാന പങ്ക്തിയിലേക്ക് സ്വാഗതം. ദനഹാകാലത്തിൻ്റെ 4-ാമത്തെ ഞായറാഴ്ചയുടെ തിരുവചന വായനകളാണ് നമ്മളിന്ന് അപഗ്രഥന വിധേയമാക്കുന്നത്. ഇന്നത്തെ തിരുവചന വായനകളുടെ എല്ലാം മുഖ്യ പ്രമേയം സത്യത്തെ കണ്ടുമുട്ടുന്നവരും അതിൽ തിരിച്ചറിവുണ്ടാകുന്നവരും അതിൽ സന്തോഷിക്കുന്നവരും പിന്നീട് അവരതിൻ്റെ പ്രവാചകരും പ്രചാരകരുമാകുന്നു എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വായനകളുടെ എല്ലാം ഒരു മുഖ്യ പ്രമേയമായി നമ്മൾ കണ്ടെത്തുന്നത്. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. യാക്കോബ് കിഴക്ക് ദേശത്തുള്ള വയലിന് സമീപമുള്ള കിണറിൻ്റെ കരയിൽ വച്ച് തൻ്റെ മാതാവിൻ്റെ സഹോദരനായ ലാബാൻ്റെ മകൾ റാഹേലിനെ കണ്ടുമുട്ടുന്നു, തിരിച്ചറിയുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഇതാണ് ആ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത്. രണ്ടാം വായന രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം 24 മുതൽ 28 വരെ വാക്യങ്ങളാണ്. സമരിയ നഗരങ്ങളിൽ താമസിക്കാൻ വന്ന മറ്റു ജനതകൾ ദൈവിക നിയമങ്ങൾ മറന്ന് ജീവിച്ചപ്പോൾ ഒരു പുരോഹിതൻ അവരുടെ ദേശത്ത് താമസിച്ച് അവരെ ദൈവത്തിലേക്കും സത്യത്തിലേക്കും നയിക്കുന്നത് നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നു. ലേഖന വായനയിൽ പൗലോസ് ശ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളാണ്. ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ കടന്ന് നിർജീവ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് പക്വതയിലേക്ക് വളരണമെന്ന് ശ്ലീഹ നമ്മളെവിടെ ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഏറെ പരിചിതമായ ഈശോയും സമറിയാക്കാരിയും തമ്മിലുള്ള സുദീർഘമായ സംഭാഷണമാണ് നമ്മളിവിടെ കാണുന്നത്. യാക്കോബിൻ്റെ കിണറിന് സമീപം വെച്ച് ഈശോ സമറിയാക്കാരിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. അവളെ ദൈവിക രഹസ്യങ്ങളുടെ വലിയ പാഠങ്ങളിലേക്ക് നയിക്കുന്നതും അവൾക്ക് തിരിച്ചറിവുണ്ടായി അവൾ ആ സത്യത്തിൻ്റെ പ്രഘോഷകയായി മാറുന്നതും നമ്മളിന്ന് സുവിശേഷ ഭാഗത്ത് കാണുന്നു. ഇന്നത്തെ തിരുവചന ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് സുവിശേഷത്തിൽ നിന്ന് 2 പ്രാർത്ഥനാ വിചാരങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ദാഹങ്ങൾ തീർക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന പല കിണറുകൾക്കും സംതൃപ്തി തരും എന്ന് കരുതുന്ന പല വെള്ളങ്ങൾക്കുമൊക്കെ വളരെ ചുരുങ്ങിയ ആയുസ്സെ, ചുരുങ്ങിയ സന്തോഷങ്ങളെ തരാൻ പറ്റൂ എന്നും യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ ജീവനും ഈശോയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നതെന്നുമാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. നമ്മുടെ ഇല്ലായ്മയെ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈശോ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സുവിശേഷത്തിൽ. അത്തരമൊരു ചോദ്യം ഇന്നത്തെ സുവിശേഷത്തിലുണ്ട്. സമറിയാക്കാരി സ്ത്രീയോട് കിണറിൻകരയിലിരുന്ന ഈശോ ചോദിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് കുടിക്കാൻ തരിക. ജീവൻ്റെ ജലം ഉള്ളിൽ സൂക്ഷിക്കുന്നയാളാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയോട് തനിക്ക് കുടിക്കാൻ തരിക എന്ന് ചോദിക്കുന്നത്. ആ ചോദ്യം അവളുടെ ഇല്ലായ്മയുടെ ഉള്ളിലേക്കുള്ള ചോദ്യമായിരുന്നു. മറ്റവസരങ്ങളിലും ഈശോ ഇപ്രകാരം ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേരെ തൃപ്തരാക്കുന്നതിന് മുമ്പ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവരന്വേഷിച്ചിട്ട് പറയുന്നു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പോയി 300 ദനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവരാം, അതും ഒന്നും തികയില്ല. ആളുകളുടെ വളരെ പെട്ടെന്ന് ഭൗതികമായ റിസോഴ്സുകളിലേക്ക്, കരുതലുകളിലേക്ക് പോകാനുള്ള അവരുടെ മനസ്സിനെ സൂചിപ്പിക്കുന്നതാണ് ഈ തിരുവചന ഭാഗങ്ങളെല്ലാം. കാനായിൽ വീഞ്ഞ് വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഈശോ പറയുന്നത്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? ഈശോ ഒരു താല്പര്യം കാണിക്കാത്തതുപോലെ, അതിൽ ഉൾച്ചേരാതെ നിൽക്കുന്നത് പോലെ കാണുന്നു. പല അവസരങ്ങളിലും ഈശോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പം വർദ്ധിപ്പിക്കുന്ന അവസരത്തിൽ തന്നെ പറയുന്നത് എന്ത് ചെയ്യണമെന്ന് അവൻ മനസ്സിൽ നേരത്തെ കരുതിയിരുന്നു എന്നുള്ളതാണ്. സമറിയാക്കാരി സ്ത്രീയോട് എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരിക എന്ന് പറയുമ്പോഴും ഈശോ മനസ്സിൽ നേരത്തെ കരുതിയിട്ടുണ്ട് എന്താണ് ഇനി ചെയ്യേണ്ടത്. അവളോട് സാധാരണ വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ട് ജീവൻ്റെ ജലം കുടിക്കാൻ കൊടുക്കുന്ന വളർച്ചയിലേക്ക് അവളെ കൊണ്ടുപോകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ദാഹശമനത്തിനായി നമ്മൾ ആശ്രയിക്കുന്ന പലതരം കിണറുകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പണം, മദ്യം, സ്ഥാനമാനങ്ങൾ, കൂട്ടുകെട്ടുകൾ, മയക്കുമരുന്നുകൾ,
ലൗകിക സുഖങ്ങൾ, ഇങ്ങനെ പലതും. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. അതുതന്നെയാണ് ആ വെള്ളങ്ങളുടെ പ്രത്യേകതയും അതിൻ്റെ കുറവും. മദ്യപനായ ഒരാളോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, നീ ഇങ്ങനെ മദ്യപിക്കുന്നത് കൊണ്ട് നിൻ്റെ എന്തേലും പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമോ? നിൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് നിനക്കിതുകൊണ്ട് ഉത്തരം കിട്ടുമോ? ആ മദ്യപൻ പറഞ്ഞു, ശരിയാണ്, എനിക്ക് ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ല, ഒരു ചോദ്യത്തിനും ഉത്തരവും കിട്ടില്ല. പക്ഷെ കുറച്ച് നേരത്തേക്ക് ആ ചോദ്യമെങ്കിലും ഒന്ന് മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ താൽക്കാലിക മദ്യത്തിൽ, സുഖത്തിൽ, ലഹരിയിൽ ആശ്രയിക്കുന്നത്. ഈശോ പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് അത് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും എന്ന് ഈശോ പറയുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും ഈശോയുടെ വാക്കുകൾ വായിക്കുന്നു. എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. നമ്മൾ ആശ്രയിക്കുന്ന ചില പൊട്ടക്കിണറുകളുടെ, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഒരു പരാതിയും അതുതന്നെയാണ്. ജീവജലത്തിൻ്റെ അരുവിയായ എന്നെ അവർ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈശോയിലാണ് യഥാർത്ഥമായ ആശ്രയം. ഭൗതിക സുഖങ്ങളിലോ സൗകര്യങ്ങളിലോ സമ്പത്തുകളിലോ ആയിരിക്കരുത് എന്ന് ഈശോ ഈ സമറയാക്കാരിയുമായുള്ള സുദീർഘമായ സംഭാഷണം നടത്തി നമ്മളെയും ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിൻ്റെ നിത്യമായ ആശ്വാസത്തിനും നമ്മുടെ പ്രശ്നങ്ങളുടെ ദാഹശമനത്തിനുമായി ഈശോയാകുന്ന കിണറ്റിൽ നിന്ന് നമുക്ക് കുടിക്കാൻ സാധിക്കണം. അതാണല്ലോ ഈശോ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് തിരുലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. തേടിപ്പോകേണ്ടത് ഈശോ എന്ന കിണറിനെയാണ് എന്ന് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈശോയാകുന്ന ഈ ജീവജലം കിട്ടുന്ന ഇന്നത്തെ കിണർ സഭയിൽ പ്രധാനമായും വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയുടെ മനോഹരമായ ഒരു ആവിഷ്കാരമാണ് ഈശോയും സമറിയാക്കാരിയും തമ്മിലുള്ള ഈ സംഭാഷണത്തിലും ചിത്രീകരിച്ചിരിക്കുന്നത്. സമറിയാക്കാരി ഈശോയോട് ചോദിക്കുന്നുണ്ട്, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ വളരെ ആഴമുള്ളതും, പിന്നെ ഈ ജലം, ഈ ജീവജലം നിനക്ക് എങ്ങനെ കിട്ടും? വിശുദ്ധ കുർബാനയാകുന്ന ജീവജലം, ഈശോയുടെ ശരീരവും രക്തവുമാകുന്ന ആ ജീവജലം കോരിയെടുക്കുന്ന കപ്പിയും കയറും പാത്രങ്ങളുമൊക്കെ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളും അതിലെ ആചാരാനുഷ്ഠാനങ്ങളുമാണ്. നമ്മൾ കിണറിൻ്റെ അടിത്തട്ടിൽ നിന്ന്, അവസാനത്തിൽ നിന്ന്, ആഴത്തിൽ നിന്ന് ജലം കയറും കപ്പിയും പാത്രവുമൊക്കെ ഉപയോഗിച്ച് കോരിയെടുക്കുന്നത് പോലെ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനകളും ആചാരാനുഷ്ഠാനങ്ങളുമാകുന്ന കയറും കപ്പിയും പാത്രവുമൊക്കെ ഉപയോഗിച്ച് വിശുദ്ധ കുർബാനയുടെ അവസാനത്തിലേക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈശോയുടെ ശരീരവും രക്തവും കോരിയെടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. ഈ കിണറിൻ്റെ കരയിലേക്ക് ഇതിനായി സമറിയാക്കാരിയെപ്പോലെ നമ്മളും വന്നെത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അകലെ ഇരുന്ന് ഈ കിണറിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടില്ല. ഈ കിണറിൻ്റെ സമീപത്തിലേക്ക്, ദേവാലയത്തിലേക്ക്, സഭയുടെ ശുശ്രൂഷകളിലേക്ക് വരുന്നവർക്കാണ് ഈ ജീവജലം കിട്ടാൻ ദൈവം അനുവദിക്കുന്നത്. നമുക്കിത് തരാൻ വേണ്ടി ഈശോ ഈ ദേവാലയമാകുന്ന കിണറിൻ്റെ കരയിൽ കാത്തിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. സമറിയാക്കാരി വരുമെന്നുള്ളതറിഞ്ഞ് ആ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഈശോയെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നു. സമറിയാക്കാരി ഒരു കുടം വെള്ളം എടുക്കാൻ വന്നു. പക്ഷെ അവൾ ആ കുടം അവിടെ വച്ചിട്ട്, ഭൗതികമായ ലക്ഷ്യങ്ങൾ സാധിക്കാനായി വന്നവൾ അതവിടെ വെച്ചിട്ട് ജീവൻ്റെ മാർഗം സ്വീകരിച്ച് ഹൃദയം മുഴുവൻ ജീവജലം നിറച്ച് തിരിച്ചു പോകുന്നതായിട്ടാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. നമ്മളൊരു പക്ഷേ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനും വരുമ്പോൾ നമുക്ക് നമ്മുടേതായ ചില ഭൗതികമായ ലക്ഷ്യങ്ങൾ, ഭൗതികമായ കുടങ്ങൾ, ചില ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടതിൻ്റെ ആവശ്യകതയൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ ഈശോയാകുന്ന ജീവനും ആ ജീവൻ്റെ ജലവും വന്നു കഴിയുമ്പോൾ നമ്മുടെ ഭൗതികമായ കുടങ്ങൾ വെച്ചിട്ട് അതിനേക്കാൾ വലുത് നമ്മൾ സ്വീകരിച്ചിട്ട് പോകുന്നു എന്ന് തിരുവചനം നമ്മളോട് പറയുകയാണ്. ഇതാണ് ഭക്തിയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തിരുവചന വായനയിലും വ്യാഖ്യാനത്തിലും പങ്കെടുത്ത് അതിലൂടെ ഈശോയോട്, ഈ സമറിയാക്കാരിയെപ്പോലെ ഈശോയോട് സംസാരിച്ച് ഈശോ തരുന്ന ജീവൻ്റെ ജലം, അവിടുത്തെ ശരീരവും രക്തവും സ്വീകരിച്ചു പോകുന്ന നമ്മിലും സംഭവിക്കുന്നത്. ഓരോ വിശ്വാസിയും ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പോകുമ്പോൾ ഈശോയാകുന്ന കിണറിൽ നിന്ന്
വിശുദ്ധ കുർബാനയാകുന്ന കിണറിൽ നിന്ന് ജീവജലം, നിത്യതയുടെ രക്ഷയുടെ ജലം കോരിയെടുക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ഗൗരവബോധത്തോടെ നമുക്കിനി മുതൽ നമ്മുടെ ആത്മീയ അനുഷ്ഠാനങ്ങളെയും പ്രത്യേകിച്ച് സഭയിലുള്ള ജീവിതത്തെയും അതിപ്രധാനമായ വിശുദ്ധ കുർബാനയെയും കാണാനും സ്വീകരിക്കാനും സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയും ജീവജലം ഈശോ നമുക്ക് കോരിത്തരുന്ന വലിയ കിണറുകളാണെന്ന ബോധ്യത്തോടെ, ആത്മീയമായ ദാഹത്തോടെ, ഈശോയെ സ്വീകരിക്കാനുള്ള ദാഹത്തോടെ നമുക്ക് ആ കിണറിൻ്റെ കരയിലേക്ക് അണയാം. ഈശോ അവിടെ നമ്മളെ കാത്തിരിക്കുന്നു. അനുഗ്രഹപൂർണമായ നല്ല ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.